ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവാണ്. Under the boughs where the shadows play, the wind hums songs at the break of day, whispering pines. അപ്പോൾ ഗായ്സ്, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് മെർക്കാത്തോ ആണ്. മെർക്കാത്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ചന്ത എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു 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 അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം അതാണിത്. അപ്പം ഇവിടെയാണ് നമ്മൾ വന്നേക്കണത്. ഞാൻ എപ്പോഴും വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും വാങ്ങാനാണെങ്കിൽ അലസ്യം വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ വാങ്ങാനാണെങ്കിൽ എന്തിനാ ഈ സമയത്ത് വരുന്നതെന്നൊക്കെ ഉള്ള ഇത് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അലസ്യോനോട് ചോദിക്കുന്നുണ്ട്. അപ്പം അലസ്യോ സർപ്രൈസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. കാരണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് എന്താ പറയുക, ഇവിടെ റോമിൽ വേറൊരു മെർക്കാത്തോ ഉണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെർക്കാത്തോ ആട്ടോ. കാരണം ഇവിടെ നമുക്ക് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും, അങ്ങനെ ഒരു സെറ്റപ്പും കൂടി ഉണ്ട്. അതേസമയം മറ്റേ റോമിലുള്ള വേറൊരു എസ്കുലിനോ എന്ന് പറഞ്ഞൊരു മെർക്കാത്തോ ഉണ്ട്. അവിടെ നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അവിടെ ഇതുപോലെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും, പക്ഷേ ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമ്മളവിടെ ചെല്ലുന്നത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ലഞ്ചിൻ്റെ ആ ഒരു ടൈമിലായിട്ട് നമ്മളവിടെ ചെല്ലണത്. അതുകൊണ്ട് തന്നെ ഈ മെർക്കാത്തോ ഏകദേശം അടച്ചു തുടങ്ങിയായിരുന്നു. ആളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, പാതിമുക്കാലും സ്ഥലങ്ങളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ മെർക്കാത്തോ ഉച്ചവരെ ഉണ്ടാവുള്ളൂ. ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഏകദേശം ഒരു 5 മണി വരെയൊക്കെ ഉണ്ടാവുന്നത്. ഇവിടുത്തെ മെർക്കാത്തോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മറ്റേ റോമിലുള്ള ആ ഒരു എസ്കൂളിൻ്റെ മെർക്കാത്തോ ഏകദേശം ശനിയാഴ്ച ഒരു 5 മണി വരെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നത്. ഇതല്ല കേട്ടോ, ഇത് ഷൂ ചെയ്യണ കടയാണ് ഈ കാണുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ തായ് ഫുഡില്ലേ, അതാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലമൊക്കെയാണെന്ന്. അങ്ങനെയൊന്നുമല്ല, അതേ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇറച്ചി വിട്ടുന്ന സ്ഥലമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ തായ് ഫുഡ് വന്നേക്കുന്നത്. ഇവിടെ ഇരുന്ന് നിങ്ങൾ കഴിക്കണം, അങ്ങനെയാണ്. നമ്മുടെ മറ്റേ മിനറാളിൻ്റെ ഈച്ചയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് മിനറാളിൻ്റെ ഈച്ച ഇവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ചളിയായിരുന്നല്ലേ, ഇത് സാരില്ല. എന്നാൽ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളിവിടെ വന്നിരുന്നു. അപ്പോഴേക്കും നമ്മൾ മെനു ഒക്കെ നോക്കിയായിരുന്നു കേട്ടോ, ഓൾമോസ്റ്റ് കണ്ടുവച്ചായിരുന്നു. ഇത് അതിൻ്റെ തൊട്ടടുത്ത് കണ്ട സുഷി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അല്ലേനോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കി, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് വീഡിയോ എടുക്കാനും കൂടി എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങോട്ട് കറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങോട്ടുള്ള വ്യൂ ആട്ടെ ഇനി നിങ്ങൾ കാണുന്നത്. ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ എന്ന് പറയാം, അതുപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ പാത്രങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റൊക്കെ ഓൾമോസ്റ്റ് കുറവ് തന്നെ ആയിരിക്കണം. ഞാനങ്ങനെ റേറ്റ് സൂക്ഷ്മതയോടുകൂടി ഒന്നും നോക്കിയില്ല. പക്ഷെ ഞാൻ വാട്ടർമെലൺ, നമ്മുടെ കുമ്മട്ടിങ്ങില്ലേ, തണ്ണിമത്തൻ എന്നൊക്കെ പറയുന്ന സംഭവം, അതിൻ്റെ റേറ്റ് ഞാൻ നോക്കിയായിരുന്നു. അത് ഏകദേശം 50 സെൻറ്റാണ്. 59 സെൻറ്റിനൊക്കെ കിട്ടും. അതായത് നമ്മുടെ നാട്ടിൽ 59 രൂപ എന്ന് പറയാം. ഇവിടെ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് അങ്ങനെ കിട്ടുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കയറിയത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വഴി അല്ലായിരുന്നു കയറിയത്, വേറൊരു ഊട് വഴി കൂടെയൊക്കെയായിരുന്നു നമ്മൾ കയറിയത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ, മെയിൻ എൻട്രൻസും കൂടി നിങ്ങളെ കാണിച്ചു തരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് തപ്പിയിറങ്ങുന്ന ഇതാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ബെല്ല എന്നൊക്കെ വിളിക്കും. അതായത് സുന്ദരി എന്നാണ് വിളിക്കുന്നത്. ആഹാ, പുളകം കോരുന്നുണ്ടല്ലേ. അത് വെറുതെ ഊടായ്പാണ്, നമ്മൾ സുന്ദരി ഒന്നല്ല നമുക്കറിയാം. എന്നാലും അവരുടെ ഒരു സന്തോഷമല്ലേ, അവർ വിളിച്ചോട്ടെ. ഞാനിപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടന്നു കേട്ടാ. ഇനി ഇതേ നമ്മൾ കറക്റ്റ് എൻട്രൻസിന് അങ്ങോട്ടേക്കാണ് വരുന്നത്. ഇത് നമ്മുടെ ലെപ്പാന്തോ, റോമിലുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ലെപ്പാന്തോ ആ ഒരു മെട്രോ ഒക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു വഴി പാസ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ചിപ്രോ ആണ് മെട്രോ. എനിക്കൊന്നും റോമിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റിയിരിക്കുന്നു. ഞാനിവിടെ ഫസ്റ്റ് ടൈം അല്ല ഈ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മെർക്കാത്തോ അനുഭൂതി ആദ്യമായിട്ടാട്ടോ എനിക്ക്. ഓക്കെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെർക്കാത്തോ ഇൻഗ്രേസോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മുകളിൽ ബാങ്കും കണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പം അതറിയില്ല, ആവശ്യത്തെ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, അതൊന്നും എനിക്കറിയത്തില്ല. നമുക്കപ്പം അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, വന്ന വഴി തന്നെയാണ് നമ്മൾ
തിരിച്ചു കിടക്കുന്നത്. അപ്പോൾ വീണ്ടും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പം അന്ന് ആ വഴി തന്നെ ഞാൻ ഫോളോ ചെയ്യാണ്ട് അടുത്ത സെക്ഷൻ കൂടിയാട്ടെ ഞാൻ പോകുന്നത്. അപ്പോൾ ഈ വക സാധനങ്ങളാണ് ഈ പറയണ പോലെ എന്താ പറയുക, നമ്മുടെ പന്നിയില്ലേ, ഇവരുടെ ഒരു മെയിൻ സംഭവമാണ് പന്നി കൊണ്ട് ഇവരുണ്ടാക്കുന്ന ഡിഷുകൾ പലതരത്തിലുള്ള സംഭവങ്ങളാണ്. ഈവൻ പന്നി ഉണക്കിയിട്ടൊക്കെ ഒരു ടൈപ്പ് ഓഫ് സംഭവമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് കണ്ടേ, ഇത് നമ്മുടെ ഹെയർ കട്ട് ചെയ്യാനും പരുക്കിയേരാന്ന് പറയും, നമ്മുടെ മറ്റേ ഹെയറിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമായിട്ടാ. അതുവരെ ഈ മെർക്കാത്തോൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇത്. അങ്ങനെ ഞാൻ ഊരുതേണ്ടി നടന്ന അവസാനം തിരിച്ച് നമ്മുടെ കൂട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൂട്ടിലൊന്നല്ല, നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആന്ധ്രയിൽ നല്ല ഉറക്കായിരുന്നു. പരസ്യം മെനു ഒക്കെ എടുത്തത് എന്താ വേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ ചിക്കൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ അലസിയോൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ചൂസ് ചെയ്തോ എന്ന് പറഞ്ഞായിരുന്നു. അവർ നല്ല മനോഹരമായിട്ട് ടിഷ്യൂ മടക്കിയിട്ട് ഗ്ലാസിൻ്റെ അകത്തായിട്ട് വെച്ചങ്ങനെ നല്ല രസമുണ്ടല്ലേ. അപ്പം നമ്മളൊരു തായ് ബിയർ വാങ്ങിയിട്ടുണ്ട്. ഇതങ്ങനെ പ്രത്യേകിച്ചൊരു വികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ കഴിക്കാത്ത ഒരാളാണ്. പിന്നെ അത് തായ് ആയതുകൊണ്ട് ഒരു സിപ്പ് അങ്ങ് എടുത്തായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നില്ല. അതുപോലെ തന്നെ അങ്ങ് വെച്ചു. ഈ ഒരു ടൈം ഞാൻ വിചാരിച്ചു ഇൻസുലിൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലസി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു 10 യൂണിറ്റ് എങ്കിലും ഇൻസുലിൻ എടുക്കണമെന്ന്. പക്ഷെ ഞാൻ പറയാം, 10 യൂണിറ്റ് ഭയങ്കര കുറവായിരുന്നു. എനിക്ക് ഹൈ ഷുഗർ തന്നെയായിരുന്നു ഈ ഫുഡ് കഴിച്ചിട്ട്. ഏകദേശം 248 300 കവിഞ്ഞില്ല, എന്നാലും ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് വരെ പോയായിരുന്നു. 284 അങ്ങനെയായിരുന്നു. ഈ മെർക്കാത്തോല് ഭയങ്കര കൈൻഡായിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ചില്ല് ചെയ്യാനായിട്ടുള്ളൊരു ഇതും കൂടി കിട്ടിയായിരുന്നു. അവിടെ ഒരു ആഫ്രിക്കൻ ഗൈ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും വരുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അപ്പം അവർ തമ്മിലൊരു എന്താ പറയുക, ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതിൽ ഞാൻ വിചാരിച്ച ആഫ്രിക്കൻ ഗൈ ആയിരിക്കും ജയിക്കണേന്ന്. പക്ഷേ നമ്മുടെ വൈറ്റ് ഗൈ തന്നെയാണ് എന്താ പറയുക ജയിച്ചത്. അങ്ങനെ അവർ ഹഗ്ഗൊക്കെ ചെയ്ത് പിരിഞ്ഞു കേട്ടോ. സന്തോഷത്തോട് പിരിഞ്ഞു. ഒത്തിരി പേര് ജോലി എടുക്കണ സമയത്ത് അവരവിടെ നിന്ന് അതൊക്കെ ഇട്ടിട്ട് ഇത് കാണാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ടേബിളിലേക്ക് വന്നപ്പോഴേക്കും ഓരോ ഡിഷസ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം തായ് ഇതാണ്. ഇത് എനിക്കിതൊരു പശുമ്പാലായിട്ടാണ് തോന്നിയത്. ആ വൈറ്റ് കളറിലില്ലേ, അല പറയുന്നത് തേങ്ങാപ്പാലാന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് ഭയങ്കര എന്താ പറയുക, പശുപാലിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഒരു വെജിറ്റബിൾ കൊണ്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഇത് കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു അവിടെ കഴിക്കാനിരിക്കണത്. ഒരു റീല് കണ്ടിട്ടാണ് ഇത് കഴിക്കാനായിട്ട് പോയത് കേട്ടോ. ഞങ്ങൾ കഴിക്കണ കണ്ടിട്ട് ഒത്തിരി പേര് അവിടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായ സംഭവം എന്നുള്ള രീതിയിൽ. ഇത് വന്നിട്ട് പ്രോൺ കൊണ്ടുള്ളതായിരുന്നു. അത് പ്രോണിൻ്റെ ഒരു സോസ് തന്നെയാണ്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അത് മുക്കി കഴിക്കാം, അങ്ങനെയും കഴിക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത എല്ലാം വന്നായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തിന്നാൽ എങ്ങനെയല്ലേ നോർമലായിട്ട് ഷുഗർ ഹൈ ആവാതിരിക്കണത് അല്ലേ? ഞാൻ ഇത്രയൊന്നും കഴിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാക്സിമം എന്തോരം ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് കഴിക്കണത്. പക്ഷേ എന്നാൽ എല്ലാ ടേസ്റ്റും ചെയ്യുമായിരുന്നു. ഇവിടെ എനിക്ക് പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ചിക്കൻ ഓർഡർ ചെയ്തായിരുന്നില്ലേ, അതിന് മുമ്പ് നമുക്കിതെങ്ങനെ കഴിക്കണമെന്ന് കാണാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ആ ഒരു സോസ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മൾ എടുത്ത് കഴിക്കുക, അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇത് വന്നിട്ട് അല പറയുന്നത് കോക്കനട്ട് മിൽക്കാണെന്നാണ് പറയുന്നത് ഇതിലും. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നു. പിന്നെ അതെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ വൈറ്റ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റിക്കി റൈസാണ്. ഇത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും. ഞാനപ്പോൾ ചിക്കനില്ലേ, ഞാൻ വാങ്ങിയതായിരുന്നു ഈ ചിക്കൻ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒത്തിരി ക്യാഷ്നട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു എന്തോരം പൈസ ഇവർ മുടക്കിയിട്ടുണ്ടാവുമെന്ന്, ഇത് വെറുതെ കിട്ടണതാണോ എന്ന്. കാരണം അതുപോലെ അവർ ക്യാഷ്നട്ട് കമത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു കൊതിയും കുഞ്ഞപ്പനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയാ, ഇത് അത് കൂടെ പോകുന്ന എല്ലാവരും കണ്ടുകൊണ്ട് ഇവരിങ്ങനെ തന്നെ നോക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്റ്റക്കായിട്ട് ഇവനെ തന്നെ ഇങ്ങനെ
ഇങ്ങനെ നോക്കി ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാർന്ന്. ഇവരിപ്പോൾ വിചാരിക്കണ്ടാവും ഇത്രയും ഗതികെട്ട ഒരു വൃത്തികെട്ട അമ്മേനെയാണല്ലോ എനിക്ക് തന്നതെന്ന്. ഈ ക്രൂരത്തി എന്തിനാണ് എൻ്റെ മുമ്പിലിരുന്ന് കഴിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പാവം. അപ്പം ഇതൊക്കെയാണ് വിശേഷം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. നോക്കണം കൂടിയില്ല. അപ്പം നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.